ഹലോ ഗൈസ്, ഇന്ന് എന്റെ പല്ലിന്റെ വാർപ്പിടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് നല്ല ഹെവി ആയിട്ട് കഴിച്ചിട്ട് വന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ബക്രീദ് ആയതുകൊണ്ട് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും കൊണ്ട് പോയിട്ട് വന്നിട്ട് തിന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതും കൂടെ കഴിച്ചിട്ടാണ് പോയത്. എനിക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. കോളേജ് ടൈമിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന അനീഷ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അവളുടെ ഉമ്മ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു. ആ ബിരിയാണിയുടെ കിണ്ണത്തപ്പത്തിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും വായിലുണ്ട്. അതൊക്കെ ഒരു കാലം. ഇതുപോലെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വെയിലൊന്നും അടിച്ചിരുന്നെങ്കിലും സൺകിസ്റ്റ് ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞതും വെയിൽ നമ്മളെ ഉച്ചിയിൽ തന്നെ അടിച്ചു. അവസാനം വെയിലടിക്കാതിരിക്കാൻ സീറ്റ് മാറിയിരിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ എന്റെ ഈ ചിരി നിങ്ങൾ ക്ലോസപ്പിൽ കണ്ടു. ഇത് അവസാനത്തെ ചിരിയായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കമ്പിയിട്ട് വാർത്തതിന് ശേഷമായിരിക്കും. അമ്മയ്ക്ക് പല്ലി കമ്പിയിടുന്നതോട് തീരെ താല്പര്യമില്ല. അമ്മ എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നത് നല്ല രീതിയിൽ ബ്രഷ് ചെയ്താൽ മതി, പല്ലൊക്കെ നേരെയായി വന്നോളൂ. അമ്മേനെ പോകുന്നതിന് മുന്നേ ഉപദേശിക്കുന്നുണ്ട്, മോളെ വേദനയായിരിക്കും, നല്ല വേദനയായിരിക്കും, നീ വിചാരിക്കുന്ന പോലെ അല്ല 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 എന്ന് പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല ഗൈസ്. എനിക്ക് പല്ലി കമ്പി ഇട്ടാലേ പറ്റുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മേനോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, വേണോ ഇത് നല്ല വേദനയായിരിക്കും, നിനക്ക് സഹിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ അമ്മയുടെ പറഞ്ഞു, അമ്മയുടെ മൂക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, അമ്മ ഇത് എന്താണ് പറയുന്നത്, ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതും പറഞ്ഞ് കാവടി തുള്ളി പോയ ഞാനാണ് പിന്നെ വരുന്നത് ശവമായിട്ടാണ്.